ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുവാൻ അറിയിച്ചത് ഉദ്ധതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ഇന്നത്തെ ചിന്താവിഷയം എന്നത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവീൻ എന്നതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എബ്രായർ 11:1. പ്രത്യാശിക്കുന്നവയെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ പരിണിതഫലമായ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്. എബ്രായർ 6:19. യേശു ക്രിസ്തുവിനെ പിൻപറ്റിയുള്ള ജീവിതത്തിന് ഒരുവൻ്റെ ജീവിതത്തെ തിരിച്ചു വിടുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുവാനും തദ്വാര അവനെ അനുസരിക്കുവാനും ഉള്ള സത്യവിശ്വാസം നമുക്ക് തരുന്നു. ഹൃദയംഗമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എന്താണ് ഹൃദയംഗമായ വിശ്വാസം? പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മുമ്പിൽ നശിച്ചു പോകുന്ന വിശ്വാസമല്ല, പിന്നെയോ പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ പൂർണ്ണ സമർപ്പണം നടത്തുന്നതാണ് ഹൃദയംഗമായ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ അവൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കണം. അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തതായ അടയാളങ്ങൾ നാം മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസം സ്ഥിരപ്പെടും. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാനാവിലെ കല്യാണത്തെക്കുറിച്ച് വായിക്കുന്നു. നാം അവിടെ കാണുന്നത് യേശുവിൻ്റെ അമ്മയുടെ ദൃഢവിശ്വാസമാണ്. അതെ, അവന് കഴിയുന്നു, അവനത് സാധിക്കും, അവൻ എൻ്റെ അപേക്ഷ തള്ളിക്കളയില്ല എന്നുള്ള ആ വിശ്വാസമാണ് നാം അവിടെ കാണുന്നത്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം 2-ലും മർക്കോസ് എവൻഗേലിയോസിന്റെ സുവിശേഷം 2:5 കാണുന്ന ഒരു കാര്യമുണ്ട്. ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 9:22 പറയുന്നത്, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൾക്ക് സൗഖ്യം വന്നു. രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ഗലാത്യർ 5:22-23 പറയുന്നത്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന ആത്മാവിൻ്റെ ഫലം ആണ്. ഇതിൽ ആദ്യത്തെ 6 ഫലങ്ങൾ ഉള്ളവർക്ക് മാത്രമേ വിശ്വസ്തത ഉണ്ടാകുകയുള്ളൂ. അവർക്ക് മാത്രമേ വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകുകയുള്ളൂ. ഇതുപോലെയാണ് അനേക ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്ന് എബ്രായർ 11:6 പറയുന്നത് നാം പല പ്രാവശ്യം വായിച്ചിട്ട് ഉണ്ടാവും. ദൈവം തന്നെ ആണ് വിശ്വാസത്തിൻ്റെ വിഷയമെന്ന് കൈസരിയായിലെ ബെസേലിയോസ് പറയുന്നത് വായിച്ചിട്ടുണ്ടാവും. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ദൈവവചനമാണ് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം, എന്നാൽ സഭയാണ് വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് കാതോലിക സഭകൾ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അതിൽ നാം സ്ഥിരപ്പെടണം. നമ്മുടെ വിശ്വാസം പോലെ നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് ശ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ പൊതുവിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 26 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് നന്മ പ്രവൃത്തിയും വിശ്വാസമാകുന്ന ജീവനില്ലെങ്കിൽ ശോഷിച്ച കാലുകൾക്ക് തുല്യമാണ് എന്ന് മാഗൂബിലെ വിശുദ്ധ ബിലക്സീനോസ് പറയുന്നു. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന നിരുപാധികമായ പ്രീതിയാണ് കൃപ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് കൃപ ലഭിക്കും. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ പാതയിൽ നാം സഞ്ചരിക്കുന്നുവെങ്കിൽ
വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ നമുക്ക് സാധിക്കും. പരുമല തിരുമേനിയെയും പാമ്പാടി തിരുമേനിയെയും നമ്മുടെ സഭ സ്ഥാപിച്ച ദേവനാസ്യോസ് തിരുമേനിയെയും ഓർക്കുക. അവർ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം സഞ്ചരിക്കണം. അപ്പോൾ നാം വിശ്വാസത്തിൽ സ്ഥിരപ്പെടും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ച് പോയതുമില്ല. സങ്കീർത്തനം 34:5 നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. അവങ്കിലേക്ക് നോക്കാം, വിശ്വാസം സ്ഥിരപ്പെടുത്താം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.